ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഉമ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാച്ചോറിൻ്റെയും ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനല്ല ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, എൻ്റെ ഉമ്മച്ചിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉമ്മച്ചി ഇവിടെ ഇതിന് വേണ്ടിയിട്ട് 1.5 കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അടുപ്പത്താണ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഞങ്ങളിവിടെ ഒരു 20 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ചതച്ചതും, ഒരു ഉണ്ട വെളുത്തുള്ളി, 8 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചതച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമ്മളിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി അരിഞ്ഞതും, ഇതെല്ലാം കൂടി നമുക്ക് ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ കല്ലുപ്പാണ് ഉമ്മച്ചി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് 4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ കാശ്മീരി ചില്ലി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മൾ അടുപ്പത്താണ് വയ്ക്കാൻ പോകുന്നത്. നമ്മളിവിടെ കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിരുമ്മി കൂട്ടി ഒരു വേവൻ്റെ തിരുമ്മ നമ്മൾ കണ്ട് ഇറച്ചിയേക്കണം. ഇങ്ങനെ ഇപ്പോഴല്ലേ എണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുള്ള ഒഴിച്ചാൽ മതി അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിക്കാൻ തയ്യാറാവുമ്പോൾ ഇവിടെ തീ കത്തിച്ചാണ് വരുന്നത്. ഇനി അവിടെ നിന്ന് നമുക്ക് വേണ്ടത് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് നല്ല മുളകിൻ്റെ, മല്ലിയുടെ, മസാലയുടെ ഒക്കെ നല്ല മണം. പകുതി മുക്കാൽ വേവായി. ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് പയ്യെ തീയിലിട്ട് വേവിക്കാം. ഈ ഇറച്ചിക്കറി ഇവിടെ റെഡിയായി. നമുക്ക് ഇവിടെ അകത്തോട്ട് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇവിടെ തന്നെ ഇരിപ്പിക്കാം. അടുത്തായിട്ട് ഉമ്മച്ചി വെക്കാൻ പോകുന്നത് ഒരു സാധാ തേങ്ങാച്ചോറാണ്. ഉമ്മച്ചിയൊക്കെ പണ്ടൊക്കെ വെച്ചുകൊണ്ടിരുന്ന പോലത്തെ തേങ്ങാച്ചോറ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ അരി കഴുകി ഒരു ചെരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ 1.5 മുറി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 5 ഗ്ലാസ് അരിക്ക് ഉമ്മച്ചി 10 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചു പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറ് റെഡി. ഇപ്പോഴത്തെ തേങ്ങാച്ചോറല്ല, പണ്ടത്തെ തേങ്ങാച്ചോറ്. തേങ്ങ ചെരുകിയിട്ട് ഉള്ളി, ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഉലുവയിട്ട് തിരുമ്മി അരിയും കൂട്ടി തിരുമ്മിയിട്ട് വെള്ളം തിളപ്പിച്ച് വേവിച്ച തേങ്ങാച്ചോറാണ്.